കലാ ആസ്വാദകനാണ്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അച്ഛൻ്റെ താല്പര്യത്തിലായിരുന്നു ഈ ആസ്തികാലയം തുടങ്ങിയത്. പിന്നെ അടുത്ത സുഹൃത്തായത് കാരണം ആ ഒരു പ്രായത്തിൽ അച്ഛൻ്റെ സുഹൃത്തുക്കളിലാണ് അന്ന് അവരൊക്കെ വരുന്നത്. ശങ്കരൻകുട്ടിയേട്ടനതെ, സദനൻ രാമേന്ദ്രേട്ടനതെ, കലാമണ്ഡലം ഗോപിയാശാനതെ. ഇപ്പം പല സ്ഥലങ്ങളിൽ നിരവധി ശിഷ്യന്മാരുണ്ട്. ഇപ്പോൾ പാന്തോട്ടത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചെറുകുന്നിൽ തന്നെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇതിൽ ഒരു ക്ലാസ് തുടങ്ങാനുണ്ട് സ്കൂളിൽ. പിന്നെ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാൻ. മലയാളി അസോസിയേഷൻ്റെ ഇതിൽ ഒരു 30 പേരെ പഠിപ്പിക്കാൻ ഞാൻ ഗൾഫിൽ പോയി. ഞാൻ അരങ്ങേറ്റം കഴിച്ച ദിവസം തന്നെ അരങ്ങേറ്റം കഴിച്ച കലാകാരനാണ് അനുജൻ. അവൻ ദുബായിലാണ് ഉള്ളത്. ഇപ്പോൾ നിരവധി പേർക്ക് അവൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടുത്തെ ഏകദേശം എല്ലാ പരിപാടികളും അവൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ചേച്ചി കഥകളിയിലൊക്കെ വളരെ പ്രാഗൽഭ്യം കാണിച്ചവരാണ് എന്ന്. ചേച്ചി ആയിരുന്നു എല്ലാത്തിലും ആദ്യം ഉണ്ടായത്. കാരണം എന്നെക്കാളും മൂപ്പാണല്ലോ. ചേച്ചി ആദ്യം കഥകളിയിലും ചെണ്ടയിലും തിമരയിലും എല്ലാം. കാരണം ചെറുകുന്ന് സ്കൂളിൻ്റെ ഇതിൽ കഥകളി സിംഗിൾ ഗ്രൂപ്പ്, അതുപോലെ സിംഗിൾ തായമ്പക, അത് ചേച്ചിയായിരുന്നു കഥകളി. അതെ, അതുപോലെ ചെണ്ടമേളത്തിൻ്റെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ചെറുകുന്ന് സ്കൂളിൽ. ചെറുകുന്ന് സ്കൂളിൽ തന്നെ ഒരു മേളത്തിൻ്റെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ നായകത്വം വഹിച്ചത് ചേച്ചിയായിരുന്നു. പുതിയ തലമുറയോട് ഇന്ന് കലാരംഗത്തുള്ള പുതിയ തലമുറയോട് പറയാനുള്ളത്, കല അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ അത് പഠിക്കുക. കാരണം ഇൻസ്റ്റൻ്റായിട്ടുള്ള പഠനം ഒഴിവാക്കുക. കാരണം നമുക്ക് യുവജനോത്സവങ്ങളോ അങ്ങനെയുള്ള രംഗങ്ങളെയോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കാതെ കലയുടെ മൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ പഠിക്കുക. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെയാണ് വേണ്ടത്, ഏത് തരത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പക്ഷേ എന്നാലും ആ പഠന രീതി മറ്റേത് തന്നെ ആയിരിക്കണം. ഒരു ഗുരുകുല സമ്പ്രദായത്തിലെ പഠന രീതി. അതല്ലാത്തതിൻ്റെ പോരായ്മയാണ് ഇന്ന് കലാരംഗത്ത് പലതിലും കണ്ടുവരുന്നത്. ഇവിടെ ഈ മേളക്കാരൻ തൻ്റെ ഗുരു മട്ടന്നൂർ ശങ്കരൻ്റെ പേരും പെരുമയും തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇദ്ദേഹം തൻ്റെ മേളവുമായി അനവധി വിദേശ രാജ്യങ്ങളിലും സഞ്ചരിച്ച് മേളത്തിന്റെ പൊലിമ തീർത്തിരിക്കുന്നു. ഇന്ന് ചെറുകുന്നിലെ വീട്ടിൽ ഭാര്യ സ്വർണപ്രഭയോടൊപ്പം തൻ്റെ കുഞ്ഞുമോൾക്ക് താരാട്ടായി മേളം തീർത്ത് നമ്മുടെ നാടിന്റെ പെരുമ നിലനിർത്തുമ്പോൾ അനവധി ശിഷ്യരുടെ ഈ ഗുരു ഇനിയും മേളത്തിനായി കോപ്പുകൂട്ടുക തന്നെ. നാട്ടുവിശേഷത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.